നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത സമയമാണ് വെള്ളിയാഴ്ച അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം. നിങ്ങൾ നോക്ക്, മഹാനായ സ്വൽത്തുമിന് ബിസ്താം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ വെള്ളിയാഴ്ച അസറിന് പള്ളിയിൽ തടിച്ചുകൂടി. അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടി, വെള്ളിയാഴ്ച അസറിന്റെ ശേഷം അവരെല്ലാവരും കൂടി ആത്മാർത്ഥമായി ഇദ്ദേഹത്തിന്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. മഗ്രിബിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം നന്നായിട്ടൊന്ന് തുമ്മുകയും തുമ്മിക്കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന് താരീഖിന്റെ കിതാബുകളിൽ കാണാം. വെള്ളിയാഴ്ച അസറിന്റെ ശേഷമുള്ള ദുആയുടെ ഒരു മഹത്വമാണ് പറയുന്നത്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ അസർ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്റെ അടിമയെ പുറത്തേക്ക് വിടും. സൂര്യൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് നോക്കാൻ പറയും. സൂര്യൻ അസ്തമാനത്തിനോട് അടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുമ്പോൾ ഫാത്തിമ ബീവി പിന്നെ ദുആയിലാണ്, മഗ്രിബ് വരെ ദുആയിലാണ് എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനായ മുഫദ്ദൽ ബിൻ ഫളാല റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി നിൽക്കും. മഗ്രിബ് വരെ അദ്ദേഹം ദുആയിലാണ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. മഹാനായ തൗബൂസ് ബിൻ കൈസാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കും. ലം യുകല്ലിം അഹദൻ, ഒരാളോടും മഗ്രിബ് വരെ അദ്ദേഹം സംസാരിക്കൂല എന്ന്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ളിയാഴ്ച അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം യുഅല്ലിമുഹാ ജമീഉ അഹ്ലിൽ മിലൽ, എല്ലാ പ്രസ്ഥാനത്തിന്റെ ആളുകളും എല്ലാ വിഭാഗവും ആദരിക്കുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം എന്ന്. മറ്റൊരു മഹാൻ പറയുന്നു, മാ ദഅഉതുല്ലാഹ ബിദഅവത്തിൻ ബൈനൽ അസ്രി വൽ മഗ്രിബി യൗമൽ ജുമുഅ ഇല്ലസ്തജാബല്ലാഹു ലി, വെള്ളിയാഴ്ച മഗ്രിബിന്റെയും അസറിന്റെയും ഇടയിൽ ഞാൻ ഒരു കാര്യവും തന്നിട്ടില്ല, മുഴുവത്തിനും അല്ലാഹു തആല എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അത്തസ്തഹിയതു, എനിക്കിപ്പോ നാണക്കേടാണ് അങ്ങനെ ചോദിക്കാൻ, എന്ത് ചോദിച്ചാലും അല്ലാഹു തആല തരുന്നുണ്ട് എന്ന് മറ്റൊരു മഹാനും പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞത് മുഴുവൻ വെള്ളിയാഴ്ച അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം ദുആക്ക് ഉത്തരം കിട്ടിയ സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങളാണ് ഈ പറഞ്ഞു വന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സമയമാണ്. നമ്മൾ ഇനി മുതൽ അത് ശ്രദ്ധിക്കണം. നമ്മുടെ മുഖ്യമായ വിഷയങ്ങൾ നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി വെള്ളിയാഴ്ചത്തെ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം തിരഞ്ഞെടുക്കണം. ഒരാൾക്ക് അയാളുടെ ജുമുഅ ചൊവ്വായി കിട്ടിയാൽ മറ്റു ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും അവർക്ക് ചൊവ്വായി കിട്ടും എന്ന് സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുആ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ചോദിച്ചതെന്തും അള്ളാഹു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ തടുത്തു നിർത്താൻ അള്ളാഹിനോട് ദ്വാരനാലേ നടക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പറ്റിയ സമയമാണ് വെള്ളിയാഴ്ച, വിശേഷിച്ച് വെള്ളിയാഴ്ച അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ എന്നാണ് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.